അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രവാചകരായി നിശ്ചയിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമല്ല, 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക പുങ്കവന്മാര് അവിടത്തേക്കുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട 25ഓളം പ്രവാചകന്മാരുണ്ട് എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. പലരുടെയും പേര് നമുക്കറിയാം. 25 പ്രവാചകന്മാരുടെ പേരെങ്കിലും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ കാര്യമാണ്. പിന്നെ പ്രവാചക പുങ്കവന്മാരുടെ പാരമ്പര്യത്തിന്റെ, അവരുടെ ദഅവത്തിന്റെ, അവരുടെ ഖിദ്മത്തിന്റെ, അവരുടെ സേവനത്തിന്റെ ചരിത്രങ്ങളൊക്കെയും സുലഭമായി നാം പഠിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അല്ലെങ്കിൽ മജ്ലിസുകളിലൊക്കെ നാം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു അത്ഭുതങ്ങളും അതിശയ സമ്മാനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ലോകത്തു മറ്റൊരു പ്രവാചകർക്കും കൊടുക്കാത്ത ചില വിലപ്പെട്ട നിധികൾ, ചില വിലപ്പെട്ട സമ്മാനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. വേറൊരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത അനവധി നിരവധി മഹാത്ഭുതങ്ങൾ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുമെങ്കിലും, അവരുടെ കൂട്ടത്തിൽ പരാമർശിക്കുമെങ്കിലും അവർക്കൊന്നും കൊടുത്തിട്ടില്ലാത്ത അത്ഭുതകരമായ അതിശയകരമായ ചില സംഭവവികാസങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ലോകം പോലും തലകുലുക്കി സമ്മതിച്ച ഒന്നാണ് ഇസ്രാ മിഅ്റാജ് എന്നത്. കാലഘട്ടം പുരോഗതി പ്രാപിച്ചപ്പോൾ, ഒരുപാട് പുരോഗമനത്തിലേക്ക് ആളുകൾ നീണ്ടെത്തിയപ്പോൾ അത് പിന്നെ സ്വപ്നമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അത് കഥകളായി പറഞ്ഞു പരത്തി തുടങ്ങി. ഒക്കെ ആവട്ടെ, അതിനപ്പുറവും ഇനി വരാനുണ്ട്. അതൊക്കെ നമുക്ക് കാണേണ്ടി വരും. പക്ഷേ അവിടെയെല്ലാം എല്ലാ പ്രവാചകന്മാരെയും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് അവർക്കൊന്നും ലഭിക്കാത്ത മഹാത്ഭുതത്തിന്റെ മകുടോദാഹരണമായി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഇസ്റാ വിശദീകരിക്കുന്ന പോലെ മറ്റൊരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത മഹാത്ഭുതമായി അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ ആ പ്രവാചകരെ കൊണ്ടുപോവുകയാണ് പടച്ചവന്റെ മുമ്പിലേക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തിരുമുമ്പിലേക്ക് മാണിക്യമുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടിരുത്തിയിട്ട് വർത്തമാനം പറഞ്ഞ അതിശയം നിറഞ്ഞ മനോഹരമായ ചരിത്രം നമുക്ക് കിതാബുകളിൽ കാണാം. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രവാചകന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്, ഇതിനപ്പുറത്തേക്ക് കടന്നു വരാൻ ഞങ്ങൾക്ക് കഴിയില്ല നബിയേ. ഈ ഒരു അതിർവരമ്പിനപ്പുറത്തേക്ക് ഞാൻ കടന്നു പോയാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും നബിയേ. അതിനപ്പുറത്തേക്ക് കടന്നു വരാൻ എനിക്ക് കഴിയില്ല റസൂലേ. അതുകൊണ്ട് അങ്ങ് പോയി വരൂ എന്ന് പറഞ്ഞ് പ്രവാചക പുങ്കവരെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു വിട്ട ആർക്കും എത്താൻ കഴിയാത്ത മഹാത്ഭുതങ്ങളുടെ കദമിന്റെ ചോട്ടില് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെത്തി. ഇതുപോലെ മറ്റൊരു മഹാത്ഭുതവുമുണ്ട്. ഒരിക്കൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുമ്പിൽ ഇരിക്കുകയാണ്. എത്രയോ പ്രാവശ്യമാണ് ഇറങ്ങി വന്നത്. വർണ്ണച്ചിറകുകൾ വിടർത്തിയിട്ട് വഹയിന്റെ പ്രകാശകിരണങ്ങളെ വാനലോകത്തിലും നടത്തിയെടുത്ത് പ്രവാചകരുടെ ഹൃദയാന്തരത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്ത നുബുവത്തിന്റെ പ്രകാശരശ്മികളുമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങിയപ്പോ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ഭയാനകരമായ ശബ്ദമാണ് അല്ലാഹുവിന്റെ റസൂൽ കേട്ടത്. ജിബ്രീലേ, ഇതെന്ത് ശബ്ദമാണ് ജിബ്രീലേ?
ആ സമയത്ത് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഏറ്റവും വലിയ 2 നിധികളെ സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്തിരുന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങേക്ക് വേണ്ടി ഇറക്കിയതാണ് നബിയേ. 2 വിലമതിക്കാനാകാത്ത നിധി ഇറക്കിയിരിക്കുന്നു. അങ്ങയുടെ ഉമ്മത്തിന് അത് ഉപകരിക്കും നബിയേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് ഉപകരിക്കും നബിയേ, അങ്ങയെ മഹബത്ത് വെക്കുന്നവർക്ക് ഉപകരിക്കും നബിയേ. അങ്ങേക്ക് കിട്ടുന്ന വലിയ സ്ഥാനങ്ങളുടെ പദവികളുടെ ഏറ്റവും വലിയ കാരണം ഈ 2 നിധികൂട്ടങ്ങളാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി എന്റെ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു ഇറക്കിയെത്തുന്ന നിധികൂമ്പാരങ്ങൾ ഏതൊക്കെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അതിൽ ഒന്നാമത്തത് സൂറത്തുൽ ഫാത്തിഹ. എല്ലാ അനുഗ്രഹങ്ങളുടെയും താക്കോല്, എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുന്ന മാരക മന്ത്രമുള്ള താക്കോല്, എല്ലാ നിഅമത്തുകളും എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുന്ന മഹാത്ഭുതങ്ങളുടെ താക്കോല്, എല്ലാ അതിശയങ്ങളും നിനക്ക് തുറന്നു തരുന്ന മഹാത്ഭുതങ്ങളുടെ താക്കോല്, ദുനിയാവുള്ള ആഖിറമുള്ള പുരുഷനുള്ള പെണ്ണുള്ള മഹ്ശറയുള്ള പരലോകമുള്ള കിതാബുള്ള മീസാനുള്ള ത്രാസുള്ള മനോഹരമായ കിതാബ് ഉമ്മുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ ഉമ്മയാരാണെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയാണ് ലോകത്തിന് പറയാനുള്ളത്, അത് സൂറത്തുൽ ഫാത്തിഹയാണ്. എല്ലാ അനുഗ്രഹങ്ങളുടെയും താക്കോലായ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അത് ഏതെന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഫാത്തിഹയാണ്. പ്രസംഗം തുടങ്ങാൻ, നിസ്കാരം തുടങ്ങാൻ, പ്രബോധനം തുടങ്ങാൻ, മയ്യത്തടക്കാൻ, പുതിയ ദുആ ചെയ്യാൻ, എല്ലാ അനുഗ്രഹങ്ങൾ തുടങ്ങുമ്പോ, എല്ലാ സന്തോഷങ്ങൾ തുടങ്ങുമ്പോ, എല്ലാ ആനന്ദങ്ങൾ തുടങ്ങുമ്പോ അതിലെല്ലാം തുടങ്ങേണ്ടത് സൂറത്തുൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ തുടങ്ങി വലല്ലാലീനിൽ അവസാനിക്കുന്ന മനോഹരമായ അതിശയങ്ങളുടെ കലവറ. അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരുപാട് ഇങ്ങനെ മദ്രസകളിൽ, റമദാനിന്റെ ക്യാമ്പുകളിൽ, വനിതാ ക്ലാസുകളിൽ, ഖുർആൻ പഠന മേഖലകളിലൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പഠിപ്പിക്കാത്തതൊന്നുമല്ല, പഠിപ്പിച്ചത് തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളിലൂടെ ഒരു ചെറിയ യാത്രയാണ് നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച അടുത്ത നിധി ഏതാണ്? അടുത്ത നിധി ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്ത് പലപ്പോഴും മറന്നുപോകാൻ സാധ്യതയുള്ള 2 ആയത്തുകളാണ്. അങ്ങയുടെ ഉമ്മത്ത് പലപ്പോഴും മറന്നുപോകാൻ സാധ്യതകളുള്ള 2 ആയത്തുകളാണ്. ആ 2 ആയത്തുകൾ ഏതാണ്? ഖവാതിമൈ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലെ 2 ആയത്തുകളാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലി എന്ന് തുടങ്ങുന്ന ആമന റസൂലു ആണെന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി കൊടുത്ത മഹാത്ഭുതങ്ങളുടെ കലവറയാണ് ആമന റസൂലു.